Welcome to Beyond Tutoring, personalized learning for every student. Learn, grow, achieve. ഹായ് കിഡ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലയാളത്തിലെ ഇടുക്കിയുടെ താജ്മഹൽ എന്നൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ രാജൻ എന്ന് പറഞ്ഞൊരു ആളുടെയും അയാളുടെ കുടുംബത്തിനെ പറ്റിയുള്ളൊരു കഥയാണ് പറയുന്നത്. ഈ ഒരു രാജൻ്റെ വീട് എവിടെയാണ്? വെള്ളത്തൂവൽ ഗ്രാമത്തിൽ മുതിരപ്പുഴയുടെ തീരത്താണ് രാജൻ്റെ വീട്. മുതിരപ്പുഴയുടെ തീരത്ത് രാജൻ്റെ വീട് എവിടെയാണ്? വെള്ളത്തൂവൽ ഗ്രാമത്തിൽ മുതിരപ്പുഴയുടെ തീരത്താണ് രാജൻ്റെ വീട്. എവിടെയാണ് രാജൻ്റെ വീട്? വെള്ളത്തൂവൽ ഗ്രാമത്തിൽ മുതിരപ്പുഴയുടെ തീരത്ത് രാജൻ്റെ വീട്. അപ്പൊ രാജന് ആരൊക്കെയുണ്ട്? രാജന് ഭാര്യയുണ്ട്, മക്കളുണ്ട്. മക്കൾ ആരൊക്കെയാ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഖിലും 5ൽ പഠിക്കുന്ന അമ്മുവുമാണ് രാജൻ്റെ മക്കൾ. അവരുടെ പ്ലേസ് എവിടെയാ? വെള്ളത്തൂവൽ ഗ്രാമത്തിലെ ഒരു മുതിരപ്പുഴയുടെ തീരത്താണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ എന്താ കുറേ ഹിൽസ് ഉണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അവരുടെ സ്ഥലം. അപ്പോൾ രാജൻ്റെ മക്കളാണ് അഖിലും അമ്മുവും. അവരുടെ സ്റ്റോറിയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അഖിലിന് സ്കൂളിൽ താജ്മഹലിനെ പറ്റി പഠിക്കാൻ ഒരു അവസരം കിട്ടി. അപ്പോൾ അഖിലിന് താജ്മഹൽ എവിടെയാണെന്ന് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അച്ഛന് അറിയില്ല. അപ്പോൾ അച്ഛൻ എവിടെ നിന്നൊക്കെയോ അന്വേഷിച്ച് കണ്ടുപിടിച്ചു താജ്മഹൽ ആഗ്രയിലാണെന്ന്. അപ്പോൾ അഖിലിന് ഒരു ആഗ്രഹം വന്നു, എനിക്കും താജ്മഹൽ കാണാൻ പോകണം. അപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞേ? താജ്മഹൽ നമ്മൾ ഇടുക്കിയിലാണ് ഇരിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് താജ്മഹൽ എവിടെയാ? ആഗ്രയിലാണ്. നമുക്ക് ഇടുക്കിയിൽ നിന്ന് ആഗ്ര വരെ പോവാന്ന് പറയണത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ? ലോങ് ഡിസ്റ്റൻസ് ജേർണിയാണ്. അത് കുറേ ഫാർ അവേ ആണ് ഇടുക്കിയിൽ നിന്ന് ആഗ്ര വരെ പോകുന്നത്. അപ്പോൾ രാജൻ എന്താ പറഞ്ഞേ? നമുക്ക് അത്ര വലിയ ഈസി ആയിട്ടുള്ള കാര്യമല്ല നമ്മളുടെ പ്ലേസിൽ നിന്ന് ആഗ്ര വരെ പോകുന്നത്. ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം എന്താ? അവിടെ പോകണമെങ്കിൽ കുറേ കാശ് വേണം, 1000കണക്കിന് രൂപ വേണം. പിന്നെ ഹിന്ദി, അതൊരു നോർത്തിലുള്ളൊരു സ്റ്റേറ്റിലാണ് ആഗ്ര ഉള്ളത്. ഉത്തർപ്രദേശിലാണ് ആഗ്ര ഉള്ളത്. അത് നോർത്ത് സൈഡിലാണ്. അവിടെ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. രാജൻ സംസാരിക്കുന്ന മലയാളമാണ്. ഹി ഡോണ്ട് നോ ഹിന്ദി, സോ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ ഹിം ടു ഗോ ദർ. അല്ലേ? ട്രെയിനിൽ പോകണം, 1000കണക്കിന് രൂപ വേണം, ഹിന്ദി അറിയണം, തീവണ്ടിയിൽ യാത്ര ചെയ്തുള്ള പരിചയമൊക്കെ വേണം. എന്നാലാണ് അത്രയും ലോങ് ഡിസ്റ്റൻസിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികളുടെ അടുത്ത് എന്താ പറഞ്ഞേ? അത് പോകാൻ പ്രയാസമുള്ള കാര്യമാണ്. അതിന് അത്ര ദൂരെയായിട്ടുള്ളൊരു സ്ഥലത്ത് കുറേ രൂപ വേണം, 1000കണക്കിന് രൂപ വേണം. അത് നോർത്ത് ഇന്ത്യയിലാണ്. അവിടെ ഹിന്ദിയാണ് അവരുടെ മെയിൻ ലാംഗ്വേജ്, അല്ലേ? അപ്പോൾ ഹിന്ദി അറിഞ്ഞിരിക്കണം. നമുക്ക് തീവണ്ടിയിലൊക്കെ കയറിയുള്ള അറിവൊക്കെ വേണം. ഇതൊന്നും നമുക്കറിയില്ല. അപ്പം നമ്മൾ എങ്ങനെ അങ്ങോട്ട് പോകുന്നതെന്ന് രാജൻ ചോദിക്കും. അപ്പം അവരുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. അവിടെ നമുക്ക് കാണാൻ പറ്റും ചുറ്റും മലകളാണ്. അവരുടെ പ്ലേസിൽ ദർ ആർ ലോട്ട് ഓഫ് ഹിൽസ്. അത് ഗ്രീനറി ആയിട്ടുള്ളൊരു പ്ലേസാണ്. അവരുടെ പ്ലേസ് എന്ന് പറഞ്ഞാൽ താഴ്വരയിലാണ്. ആ റിവറിൻ്റെ, ആ വെള്ളച്ചാട്ടത്തിൻ്റെ റിവറിൻ്റെ താഴ്വരയിലാണ് അവരുടെ പ്രദേശം. എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാമമാണ്. വി ക്യാൻ സീ ലോട്ട് ഓഫ് ഹിൽസ്. ചുറ്റും പച്ച മലകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് റിവർ സൈഡിലാണ് അവരുടെ ഗ്രാമം വരുന്നത്. സോ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പം അവിടെയുള്ള ആൾക്കാർ എന്താ കൃഷി ചെയ്യുന്നത്? റബ്ബറും തെങ്ങും
പിന്നെ എന്തൊക്കെയാ കൃഷി ചെയ്യുന്നത്? അവിടെയുള്ള ആൾക്കാർ കൃഷി ചെയ്യുന്നത് റബ്ബറും തെങ്ങും കമുക്കും പിന്നെ നെൽകൃഷിയും എല്ലാമാണ് അവിടെയുള്ള ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ള കൃഷി. അപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ട്. അവരെന്താ കൃഷി ചെയ്യുന്നത്? അവർ കൃഷി ചെയ്യുന്നത് റബ്ബറും തെങ്ങും കമുക്കും നെല്ലുമൊക്കെയാണ് അവരുടെ മെയിൻ കൃഷി. പിന്നെ അവർ ചില ഹിൽ റീജിയനായ കോൾഡൊക്കെ ഇടുക്കിയിൽ നല്ല തണുപ്പുണ്ട്, നമ്മളുടെ ഇവിടത്തേനേക്കാൾ തണുപ്പുണ്ട് ഇടുക്കിയിൽ. അപ്പോൾ അവർ ഏലമൊക്കെ നമ്മളിപ്പോൾ ബിരിയാണിയിലും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഏലക്ക ഇടാറുണ്ട്. ഇപ്പം നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കാൻ നേരത്തെ ഏലക്ക നമുക്ക് കിട്ടാറില്ലേ? ഏലൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കൃഷി ചെയ്യുന്നത്? ഇടുക്കിയിൽ നിന്നാണ് കൃഷി ചെയ്യുന്നത്. ഏലം, കുരുമുളക്, ഗ്രാമ്പു. നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് ഗ്രാമ്പു ഒക്കെ കിട്ടാറില്ലേ? ഇത് ഒരു സ്റ്റാർ, ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഇത്, അത് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമാവാറില്ല ഇല്ലേ? അപ്പോൾ അവരെന്താ മെയിൻ ബിരിയാണിയിൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ എടുത്ത് പറക്കി കളയണ കാര്യങ്ങളാണ് അവിടെ കൃഷി ചെയ്യുന്നത്. ഏലം, കുരുമുളക്, ഗ്രാമ്പു, ഇതൊക്കെ നമ്മൾ ബിരിയാണിയിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഇടുക്കിയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇടുക്കിയിലാണ് ഇതൊക്കെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള കുറേ ആൾക്കാർ ഇതൊക്കെ കൃഷി ചെയ്യും. അവിടെ പണിക്ക് പോകുന്ന ഒരു സാധാരണ ഒരാളാണ് രാജൻ. അപ്പോൾ ധാരാളം ആൾക്കാർ അവരുടെ ആ ഒരു ഫാമിൽ അവരുടെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത്, പ്ലാന്റേഷൻ എന്നാണ് അങ്ങനെ നമ്മൾ പറയുന്നത്, പ്ലാന്റേഷൻ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് രാജൻ എന്ന് പറയുന്നത്. അപ്പോൾ രാജൻ ഇങ്ങനെ കൂലിപ്പണിയാണ് ചെയ്യുന്നത്. അങ്ങനെ കൂലിപ്പണി ചെയ്ത് കുടുംബം പോറ്റുന്ന ആളാണ് രാജൻ എന്ന് പറയുന്നത്. രാജനും അവരുടെ അങ്ങനെ ഒരു പ്ലാന്റേഷനിൽ കൃഷി ചെയ്യുന്ന സ്ഥലത്ത്, ഒരാളുടെ സ്ഥലത്ത് ഇങ്ങനെ പോയി കൂലിപ്പണി ചെയ്ത് ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് രാജൻ എന്ന് പറഞ്ഞത്. അപ്പം രാജന് താജ്മഹൽ വരെ പോകാനുള്ള കാശില്ല. അത്രയും 5000 രൂപയും ഒക്കെ കൊടുത്ത് താജ്മഹൽ വരെ പോവാൻ രാജന് പറ്റത്തില്ല. അപ്പോൾ രാജൻ എന്താ പറഞ്ഞ കുട്ടികളുടെ അടുത്ത്? നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേനലവധിക്ക്, അതായത് നമ്മളുടെ മെയിൻ എക്സാമൊക്കെ കഴിഞ്ഞ് മാർച്ചൊക്കെ കഴിഞ്ഞ് ഏപ്രിൽ മെയ് ഒക്കെ നമുക്ക് ഹോളിഡേയ്സ് ആണ്. ഹോളിഡേയ്സിൽ നമുക്ക് എന്താ താജ്മഹൽ കാണാൻ പോകാം. പക്ഷെ എന്താ, നിങ്ങൾ നന്നായിട്ട് പഠിച്ച് മാർക്ക് കിട്ടിയാൽ മാത്രമാണ് പോകുള്ളൂ എന്ന് രാജൻ പറഞ്ഞത്. അപ്പോൾ ഈ താജ്മഹലിനെ പറ്റി കുട്ടികൾ കുറേ കാര്യങ്ങൾ അന്വേഷിച്ച്, അപ്പോൾ അവർക്ക് താജ്മഹലിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റായി. അപ്പോൾ അവർ താജ്മഹലിനെ പറ്റി കൂടുതൽ അറിയാനും പഠിക്കാനും താജ്മഹലിനെ പറ്റി ഫോട്ടോസൊക്കെ കണ്ടുപിടിക്കാനും ഈ കുട്ടികൾ നോക്കി. അപ്പോൾ അവർക്ക് കിട്ടിയ അറിവാണ് താജ്മഹലിൻ്റെ കുറേ ചിത്രങ്ങളൊക്കെ സമ്പാദിച്ചു. അപ്പോൾ കിട്ടിയ അറിവാണ് ഈ താജ്മഹൽ ഷാജഹാൻ എന്ന രാജാവ് ഭാര്യ മുംതാസിന് വേണ്ടി പണിതതാണെന്ന് അവർക്ക് അറിവ് കിട്ടി. ഷാജഹാൻ എന്ന് പറഞ്ഞ രാജാവ് സുൽത്താൻ ഭാര്യ മുംതാസിന് വേണ്ടി പണിതതാണെന്ന്, മുംതാസിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പണിതതാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പം അവർ ഫോട്ടോസും എല്ലാ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയേ? അവർ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛ സ്കൂൾ അടിച്ചു, ഇനി നമ്മൾ എന്നാണ് ഈ ഒരു താജ്മഹൽ കാണാൻ പോകുന്നത്? അത് കേട്ടപ്പോൾ അച്ഛനെന്താ ഞെട്ടിപ്പോയി. അച്ഛൻ എന്താ വിചാരിച്ചേ? നേരത്തെ എങ്ങാണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ അവർ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ പിള്ളേരെന്താ വിചാരിച്ചത്? ഇവർ ഇതെല്ലാം കളക്ട് ചെയ്ത് സ്കൂൾ അടിക്കുമ്പോൾ പോകാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. സ്കൂൾ അടിച്ചപ്പോഴേക്കും എന്താ, കുട്ടികൾ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛ എന്നാണ് നമ്മൾ താജ്മഹൽ പോകുന്നത്? സ്കൂളൊക്കെ അടിച്ചല്ലോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്ഛൻ ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, നമുക്ക് അടുത്ത കൊല്ലം പോകാം,
അച്ഛൻ്റെ കയ്യിൽ കാശില്ല. കാരണം അപ്പോൾ അഖില് മറുത്തൊന്നും പറഞ്ഞില്ല. കാരണം അഖിലിനറിയാം അഖിലിൻ്റെ വീട്ടിൽ അച്ഛൻ കൂലിപ്പണി ചെയ്താൽ പോകുന്നേ, അച്ഛൻ്റെ കയ്യിൽ കാശില്ല എന്ന് അഖിലിനറിയാം. അപ്പോൾ അഖില് അതിന് വാശി പിടിച്ച് കരയൊന്നും ചെയ്തില്ല. അച്ഛൻ അടുത്ത കൊല്ലം പോവാന്ന് പറഞ്ഞപ്പോൾ അഖില് പറഞ്ഞു ഓക്കെ, ഇറ്റ്സ് ഓക്കെ അച്ഛാ, നമുക്ക് അടുത്ത കൊല്ലം പോവാം. അപ്പൊ അഖിലിനറിയാം അച്ഛൻ്റെ കയ്യിൽ കാശ് ഉണ്ടാവത്തില്ല, പോകാൻ പറ്റത്തില്ല എന്ന്. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? നമുക്ക് ഒരു ടോയ് നമ്മളുടെ അപ്പ മേടിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ വാശിയെടുത്ത് കരയൂലേ, എനിക്ക് ഇന്ന് തന്നെ വേണം, നമ്മൾ ഫുഡ് കഴിക്കില്ല, ഒന്നും ചെയ്യില്ല. ഇവിടെ അഖിൽ എന്താ ചെയ്തേ? അച്ഛൻ അടുത്ത കൊല്ലം പോവാന്ന് പറഞ്ഞപ്പോൾ അഖിലിന് അത് മനസ്സിലായി. ഓക്കെ, സാരമില്ല അച്ഛ, നമുക്ക് അടുത്ത കൊല്ലം പോയാൽ മതി, അച്ഛൻ്റെ കയ്യിൽ കാശില്ലാത്ത കൊണ്ടാണ് പോകാത്തതെന്ന് എന്താ അഖിലിന് മനസ്സിലായി. കാരണം എന്താ, ചില സമയത്ത് നാട്ടിൽ പണിയൊന്നും ഉണ്ടാവത്തില്ല. അപ്പം എന്താ, കാശൊക്കെ കുറഞ്ഞു വരും. അത് അഖിലിന് അറിയാം. അപ്പം അവർക്ക് ഫുഡൊന്നും കിട്ടത്തില്ല. അപ്പോൾ അഖിലിന് അതറിയാം. അപ്പം അച്ഛൻ്റെ അടുത്ത് വേറെ ഒന്നും പറഞ്ഞില്ല. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ, അത് കുഴപ്പമില്ല അച്ഛാ എന്ന് അഖിൽ പറഞ്ഞു. കാരണം അഖിലിന് അറിയാം അച്ഛൻ്റെ കയ്യിൽ കാശുണ്ടാവത്തില്ല, അത് കാരണമായിരിക്കും പോവാത്തതെന്ന് ആ അഖിലിന് മനസ്സിലായി. അപ്പം അഖിൽ എന്താ ചെയ്തേ? അഖില് താജ്മഹലിനെ പറ്റിയിട്ടുള്ള പിക്ചേഴ്സും ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ആൽബം ഉണ്ടാക്കി. ഇത് അച്ഛന് കണ്ടപ്പോൾ അച്ഛന് ഭയങ്കര സങ്കടം തോന്നി. അഖിലിനും അമ്മുവിനും താജ്മഹലിനെ പറ്റി കൂടുതൽ ഇൻട്രസ്റ്റ് ആയി, പോകണം എന്നുള്ളൊരു വിചാരം ഉണ്ടായിട്ട്. എന്നാലും അവർ അച്ഛൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. എനിക്ക് പോകണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് കരുതില്ല. കാരണം അഖിലിനറിയാം എന്താ, അവരുടെ കയ്യിൽ കാശില്ല, അച്ഛനെ സങ്കടപ്പെടുത്തണ്ടെന്ന് അഖിലിനറിയാം. അപ്പം അഖിൽ എന്ത് ചെയ്തേ? താജ്മഹലിനെ പറ്റി കിട്ടാവുന്ന ഫോട്ടോസും എല്ലാ കാര്യങ്ങളും ശേഖരിച്ചിട്ട് ഒരു മനോഹരമായിട്ടുള്ളൊരു ആൽബം ഉണ്ടാക്കി. അപ്പോൾ അച്ഛന് ഭയങ്കര വിഷമമായി. അപ്പോൾ കുട്ടികളുടെ വിഷമം മാറ്റാൻ വേണ്ടി അച്ഛൻ എന്താ പറഞ്ഞേ? നമുക്ക് ഒരു സ്ഥലം വരെ പോവാം എന്ന് കുട്ടികളുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ബസ് കയറി, ബസ് മാറി, വെള്ളത്തൂവലിൽ നിന്ന് ബസ് മാറി കയറി അവരൊരു ചെറിയ പട്ടണത്തിൽ എത്തി. വെള്ളത്തൂവലിൽ നിന്ന് 3-4 ബസ് മാറി കയറി അവർ വേറൊരു ചെറിയ പട്ടണത്തിലെത്തി. അവിടെ നോക്കിയപ്പോൾ അവിടെ കുറച്ച് കടകളും ആളുകളും മാത്രമേ ഉള്ളൂ. ആ ഒരു ജംഗ്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു കവലയിൽ, ആ ബസ് നിർത്തിയ കവലയിൽ കുറച്ച് കടകളും കുറച്ച് ആൾക്കാർ മാത്രമാണ് അവർ കണ്ടുള്ളൂ. അപ്പോൾ അമ്മയുടെ മുഖത്ത്, ആ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അമ്മയുടെ മുഖത്ത് നല്ല സന്തോഷം, മന്ദഹാസം വിരിയുന്നത് അഖിൽ കണ്ടു. അപ്പോൾ എവിടെയായിരിക്കും അവർ പോയിട്ടുണ്ടാവുക? ഇടുക്കിയിലെ അണക്കെട്ട് കാണാനാണ് അവർ പോയത്. അപ്പോൾ ഇടുക്കിയിലെ താജ്മഹലാണ് ഇടുക്കി അണക്കെട്ടെന്ന് പറയുന്നത്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പണിതേക്കുന്ന ഒരു ഡാം. അതുകൊണ്ടാണ് ഇതിനെ താജ്മഹൽ എന്ന് പറയാൻ കാരണം. നല്ല ബ്യൂട്ടിഫുള്ളി, താജ്മഹലിൻ്റെ കൂട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിന് ഇടുക്കിയിലെ താജ്മഹൽ എന്ന് പറയുന്നത്. ഇടുക്കി ഡാം, ഇടുക്കി അണക്കെട്ട് കാണാനാണ് അവർ പോയത്. കണ്ടോ, ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുകയാണ് ഈ ഇടുക്കി അണക്കെട്ട്. അവർ പോയതെന്താ? ഇടുക്കിയിലെ അണക്കെട്ട് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ അവർ പാറ വെട്ടിപ്പൊളിച്ചുണ്ടാക്കിയ ഒരു പാറയിലൂടെ ആ പാറയിലൂടെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്, ഉറവെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതേക്കൂടെ ഇങ്ങനെ നടന്ന് ആ ഇടുക്കി ഡാമിൻ്റെ മുകളിലേക്കൂടെ എത്തി. അപ്പം പാറ വെട്ടി ഉണ്ടാക്കിയ പാതയിലൂടെ ഇങ്ങനെ നടന്ന് പാറയ്ക്കിടെ തണുത്ത ഉറവെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട്. അതിൽക്കൂടെ അവർ അവിടെ എത്തി. അപ്പം നോക്കിയേ, ഈ ഇടുക്കി ഡാമിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ് ഡാം പണിതേക്കുന്നത്, ഈ ഒരു ഭിത്തി പണിതേക്കുന്നത്. അപ്പം അത് എന്തിൻ്റെ? രണ്ട് കരിമ്പാറകൾക്കിടയിലാണ്
ഈ നദിയെ തടഞ്ഞു നിർത്തി ഭിത്തി പണിതേക്കുന്നത്. എന്താ? 2 കരിമ്പാറ കണ്ടോ, 2 കരിമ്പാറകൾക്കിടയിലാണ് ഈ നദി തടഞ്ഞു നിർത്തി ഭിത്തി പണിതേക്കുന്നത്. ഈ ഭിത്തി 2 കരിമ്പാറകൾക്കിടയിൽ ആണ് ഈ വെള്ളത്തിനെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് ഭിത്തി പണിതേക്കുന്നത്. ഈ പാറകളിനെ, ഈ കരിമ്പാറകളിനെ കുറുവനും കുറുത്തിയാന്നാണ് പറയുന്നത്. അവരുടെ ശാപം കാരണം അവര് ഇങ്ങനെ പാറയായിട്ട് ഉറഞ്ഞു പോയതാണെന്നാണ് അവിടെയുള്ളവരുടെ വിശ്വാസം. ഈ 2 കരിമ്പാറകള് കുറുവനും കുറുത്തിയുമാണ്. അവർക്ക് എന്തോ ശാപം വന്നപ്പോൾ അവരിങ്ങനെ പാറയായിട്ട് ഉറഞ്ഞു പോയതാണെന്നാണ് അവിടെയുള്ളവരുടെ വിശ്വാസം. അപ്പൊ ഈ ഇടുക്കി ഡാം എന്ന് പറയുന്നത് 2 കരിമ്പാറകൾക്ക് മുകളിൽ ഇങ്ങനെ വെള്ളം തടഞ്ഞു നിർത്തി ഒരു വമ്പൻ ഭിത്തി പണിതേക്കുന്നതാണ് ഇടുക്കി ഡാം എന്ന് പറയുന്നത്. ഈ കരിമ്പാറകൾ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അവരുടെ വിശ്വാസം അനുസരിച്ച് കുറുവനും കുറുത്തിയും ശാപം മൂലം ഉറഞ്ഞു പോയതാണെന്നാണ് അവര് ബിലീവ് ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, ഇവിടുത്തെ വാട്ടർ എന്ന് പറയുന്ന കളർ എന്താ? ബ്ലൂ കളർ, നീലജലം അല്ലേ? വാട്ടറിന്റെ കളർ എന്താ? നീലജലം നിറഞ്ഞിരിക്കുകയാണ്. ഈ ഭിത്തിക്ക് എന്താ? ഒരു റോഡിനേക്കാൾ വീതിയുണ്ട്. അതിന്റെ വീതി എന്ന് പറഞ്ഞാൽ ഒരു റോഡിനേക്കാൾ വീതിയുണ്ട്. പിന്നെ അതിന്റെ ഷേപ്പ് നോക്കിയേ, ഒരു റായുടെ ഷേപ്പിലാണ് ഇത് പണിതേക്കുന്നത്. അപ്പൊ ഇതിലെ വാട്ടറിന്റെ കളർ ഒരു ബ്ലൂ കളറാണ്, നീലജലാണ്. ആ ഭിത്തിക്ക് റോഡിനേക്കാൾ വീതിയുണ്ട്. അതിന്റെ ഷേപ്പ് ഈസ് ലൈക്ക് എ ഹെയർ ബാൻഡ്. റായുടെ ഷേപ്പിലാണ് ഇത്. അണക്കെട്ടിന്റെ ഭിത്തി റാ പോലെയാണ് കിടക്കുന്നത്. സോ അവര് അത് കഴിഞ്ഞിട്ട് അണക്കെട്ടിന്റെ അടിഭാഗത്ത് വന്നു, ചുവട് ഭാഗത്ത് വന്നു, അടിക്കെട്ടിന്റെ ചുവട് ഭാഗത്ത് വന്നു. അപ്പൊ ചുവട് ഭാഗത്ത് വന്നപ്പോ അവിടെ നല്ല ഭംഗിയുണ്ട്. അവിടെ നോക്കിയേ, അവിടെ ഒരു വി ഷേപ്പിലാണ്, നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഈ അണക്കെട്ട് ഒരു വി ഷേപ്പിലാണ് കാണാൻ പറ്റുന്നത്. അടിഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അണക്കെട്ട് മുകൾ ഭാഗത്ത് അതൊരു റാ ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റും. അടിഭാഗത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു വി ഷേപ്പില് കാണാൻ പറ്റുന്നത്. വി ആകൃതിയിൽ ആണ് ഈ അണക്കെട്ട് മുകളിലേക്ക് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ അവര് വന്നിട്ട് ഈ അണക്കെട്ടിന്റെ താഴത്ത് വന്നിട്ട് അവര് അണക്കെട്ടിന്റെ അടുത്ത് വന്ന് അണക്കെട്ടില് തൊട്ടു നോക്കി. അപ്പൊ അവർക്ക് എന്താ? അവർക്ക് പേടിയായിരുന്നു ഈ അണക്കെട്ടിലേക്ക് വരാനൊക്കെ. അപ്പൊ അവര് ആ അണക്കെട്ടിന്റെ അടുത്ത് വന്നിട്ട് അണക്കെട്ടില് ടച്ച് ചെയ്തപ്പോ അവരുടെ എല്ലാ ഫിയേഴ്സും പോയി. അപ്പൊ നമ്മൾ താഴേന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്നേക്ക് ഇങ്ങനെ ശിരസ് ഇങ്ങനെ നിവർത്തി ഇങ്ങനെ വെച്ചേക്കുന്നത് പോലെയാണ് നമുക്ക് ഈ നീലാകാശത്തിന് താഴെ ഒരു സ്നേക്ക് ഇങ്ങനെ സർപ്പശിരസ് പോലെയാണ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ താഴെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആകാശത്തെ സർപ്പശിരസ് പോലെ മറ പിടിച്ചിരിക്കുന്നതായിട്ടാണ് അവർക്ക് തോന്നുന്നത്. താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശത്തെ സർപ്പശിരസ് പോലെ സർപ്പം ഇങ്ങനെ, ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സർപ്പശിരസ് എന്ന് പറഞ്ഞാൽ സ്നേക്കിന്റെ ഹെഡ് ഇങ്ങനെ സ്കൈനെ കവർ ചെയ്യാം. അപ്പൊ നമ്മൾ താഴെ ഇരുന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഈ അണക്കെട്ട് കവേഴ്സ് ദ സ്കൈ. അങ്ങനെയാണ് കുട്ടികൾ അതിന് എന്തായിട്ടാണ് പറയുന്നത്? സ്നേക്കിന്റെ ഹെഡ് സ്കൈനെ കവർ ചെയ്യണ പോലെ
അതൊരു മറ പോലെ നമ്മൾ സ്നേക്കിന്റെ ഹെഡ് മറ പോലെ ഇങ്ങനെ സ്കൈനെ കവർ ചെയ്യുമോ അതുപോലെ തന്നെ ഈ അണക്കെട്ട് എന്താ അണക്കെട്ട് ആകാശത്തിനെ കവർ ചെയ്യുകയാണെന്നാണ് കുട്ടികൾ പറയുന്നത്. അപ്പൊ അവരടുത്ത് നിന്നപ്പോ എന്താ അവിടെ ഫുള്ളും അണക്കെട്ടിന്റെ അതർ സൈഡിൽ ഫുൾ വാട്ടറാണ്. ആ വെള്ളത്തിന്റെ തണുപ്പും ആ വെള്ളം ഇങ്ങനെ മൂവ് ചെയ്യണതിന്റെ ഇരുമ്പലും ആ കുട്ടികൾക്ക് കേൾക്കാൻ പറ്റി. അതൊരു അവര് കണ്ണടച്ച് അത് അവര് എൻജോയ് ചെയ്തെന്നാണ് അവര് പറയുന്നത്. അപ്പോൾ അത് കാരണം അവര് പറയുന്നത് ഈ ഇടുക്കി അണക്കെട്ട് എന്ന് പറയുന്നത് ഇടുക്കിയിലെ താജ്മഹൽ എന്നാണ്.